എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കുട്ടി വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പറയും, നീ ഒരു കൊച്ചാണ്, ഇവിടെ കേൾക്കേണ്ട കാര്യമൊന്നുമല്ല നീ കേൾക്കുന്നേ പോ എന്ന് പറയും. അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് പറയും, നീ കുട്ടിയാണോ, നീ മുതിർന്നൊരു കൊച്ചല്ലേ എന്ന് പറയും. സോ അവനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ കുട്ടിയാണോ മുതിർന്ന ഒരാളാണോ എന്നുള്ളത്. സാറിന് ഈ ഒരു പോയിന്റിൽ എന്താ പറയാനുള്ളത്? കൺഫ്യൂഷൻസ് എപ്പോഴും അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ എപ്പോഴും നമുക്ക് ഡിസ്ട്രസ് ഉണ്ടാക്കിയുള്ളൂ. കുട്ടികൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് പ്രധാനം. അവരുടെ ഏജ് അങ്ങനെയാണ് എന്നാണ് നമ്മൾ പൊതുവെ പറയാം. ആൻഡ് ഇറ്റ് ഈസ് സയൻസ് ആൻഡ് ഇറ്റ് ഈസ് തിയറി. അങ്ങനെയാണ് ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ അവർ ദേ ആർ നോട്ട് അഡൾട്ട്, ദേ ആർ നോട്ട് നീദർ, എന്താ പറയുക, അവർ കിഡ്സും അല്ല എന്നുള്ളത് നമുക്ക് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ദേ നീഡ് സം ക്ലാരിറ്റി വാട്ട് ദേ ആർ സീക്കിങ് ഈസ് ഫോർ. അവരതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തത് കുട്ടികൾക്കല്ല, പാരൻസിനാണ്. നല്ല ക്ലാരിറ്റി ഉള്ള പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കളിൽ ആ ക്ലാരിറ്റി വരും. അതായത് എങ്ങനെയുള്ളൊരു അഡൾട്ട് ആകാനാണ് ഇയാൾ സാധ്യത എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്ന ഒരു ടൈമാണ് അഡോളസൻസ്. വേറെ രീതിയിൽ കൊണ്ട് പറയാം, എങ്ങനെയുള്ള കുട്ടിയായിരുന്നു ഇയാളെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഏജ് കൂടിയാണ് അഡോളസൻസ് എന്ന് പറയുന്നത്.